നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. NDA തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിർമ്മല. കേരളത്തിൽ അഴിമതിയുടെ പരമ്പരയാണ് ഉള്ളതെന്നും സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ കേസുകളടക്കം പരാമർശിച്ച് അവർ വിമർശിച്ചു. കേരളത്തിലെ പദ്ധതികളെല്ലാം സർവത്ര അഴിമതിയാണെന്നും കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയപ്പോഴാണ് പാവങ്ങൾക്ക് വീട് വയ്ക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലും പണം തട്ടിയത് തെളിയുന്നതെന്ന് നിർമ്മല ആരോപിച്ചു. കടമെടുപ്പ് പരിധിയും കടന്നാണ് കേരളം കടമെടുക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. കടമെടുക്കാൻ പരിധിയുണ്ട്, പക്ഷേ അതും കടന്നാണ് കേരളത്തിന്റെ കടമെടുപ്പുമെന്നും ട്രഷറി പണം ഉപയോഗിച്ചാണ് തിരിച്ചടയ്ക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കണക്കു സഹിതമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശയില്ലാതെ പലിശരഹിത വായ്പ ഇനത്തിൽ 2021 2224 കോടി നൽകി. ജനങ്ങളെ കടക്കെണിയിലാക്കിയത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ്. കേരള മോഡൽ എന്നത് ഒരു കാലത്ത് ശരിയായിരുന്നുവെന്നും ഇന്ന് സ്വന്തം ലാഭം മാത്രമാണ് കേരളം ഭരിക്കുന്നവരുടെ ലക്ഷ്യമെന്നും കുറ്റപ്പെടുത്തി. കേരളത്തിൽ വ്യവസായികളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പറഞ്ഞു. ഇവിടുത്തെ യുവതലമുറയ്ക്കായി സംരംഭങ്ങളോ വ്യവസായമോ കൊണ്ടുവരാൻ സർക്കാരിനാകുന്നില്ല. കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ലെന്ന് പറയുന്നതും പെരും നുണയാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം 2024 മാർച്ച് വരെ 1.58 ലക്ഷം കോടി രൂപയാണ് നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഭരിക്കുന്ന ആളുകൾക്ക് നാട് നന്നാക്കണമെന്നില്ല, സ്വന്തം ലാഭം മാത്രമാണ് ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്കെന്നും അവർ പറഞ്ഞിരുന്നു.